ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും ചോദ്യം ചെയ്യാൻ എക്സൈസ്. ഹാജരാകാൻ ഇരുവർക്കും നോട്ടീസ് നൽകും. താരങ്ങൾക്കൊപ്പം പലതവണ ലഹരി ഉപയോഗിച്ചെന്ന തസ്ലിമ സുൽത്താന. മുഖ്യ തെളിവായി തസ്ലിമയും താരങ്ങളും തമ്മിലുള്ള ചാറ്റ്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. IB ഉദ്യോഗസ്ഥ മേഘ മധുവിന്റെ മരണത്തിൽ വഴിത്തിരിവ്. സുഗാന്ത് സുരേഷ് ഒരേ സമയം ഉണ്ടായിരുന്നത് 3 പ്രണയബന്ധങ്ങൾ. മേഘയും സുഗാന്തും തമ്മിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ ന്യൂസ് 18. ഭാസ്കര കാരണവർ കൊലക്കേസ് പ്രതി ഷെറിന് തിരിച്ചടി. ഷെറിന്റെ മോചനം സർക്കാർ മരവിപ്പിച്ചു. തീരുമാനം ബാഹ്യ സമ്മർദ്ദമുണ്ടായെന്ന ആരോപണത്തെ തുടർന്ന്. വഖഫ് നിയമ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ. ലോക്സഭയിൽ ബിൽ പാസായത് 232-നെതിരെ 288 വോട്ടുകൾക്ക്. ചർച്ച നീണ്ടത് 14 മണിക്കൂർ. പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികൾ തള്ളി. വിദേശ രാജ്യങ്ങൾക്കുള്ള ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ച അമേരിക്ക. ഇന്ത്യക്കും തിരിച്ചടി. ചുമത്തിയത് 26% തീരുവ. ചൈനയ്ക്ക് 32%, പാകിസ്ഥാൻ 58%. അമേരിക്കയുടെ വിമോചന ദിനമെന്ന് ഡൊണാൾഡ് ട്രംപ്. ആശാവർക്കർമാരുമായി സർക്കാരിന്റെ 3ാം വട്ട ചർച്ച ഇന്ന്. മുഴുവൻ തൊഴിലാളി സംഘടനാ പ്രതിനിധികളെയും ചർച്ചയ്ക്ക് വിളിച്ചു. ആവശ്യങ്ങൾ അംഗീകരിച്ച് ഉത്തരവിറക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് ആശമാർ. ആ സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ മീറ്റിംഗ് വിളിക്കുന്നത്, മറ്റൊരു സാഹചര്യത്തിലുമല്ല. അതുകൊണ്ട് സമരസമിതി ഉന്നയിക്കുന്ന ഡിമാൻഡുകളായിരിക്കണം ചർച്ച ചെയ്യേണ്ടതും പരിഗണിക്കേണ്ടതും. CPM പാർട്ടി കോൺഗ്രസ് മധുരയിൽ തുടരുന്നു. രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിലും പ്രമേയത്തിന്മേലും ചർച്ചയിന്ന്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇന്ന് പാർട്ടി കോൺഗ്രസ് വേദിയിലേക്ക്. IPL-ൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ തോൽപ്പിച്ച് ഗുജറാത്ത് ടൈറ്റൻസ്. 170 റൺസ് വിജയലക്ഷ്യം. 2 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. ജോസ് ബട്ട്ലർക്ക് അർദ്ധ സെഞ്ചുറി. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും.